ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊറോട്ട പൂരിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ അത്. നമ്മൾ സാധാരണ പൂരി ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. അപ്പോൾ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മറ്റ് റെസിപ്പീസ് ഒക്കെ നിങ്ങൾ കാണുക കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെയർ പൂരിയാണ്. ലെയറായിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാവുക. ഉൾഭാഗം നല്ല ക്രിസ്പായിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പൂരി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴക്കാൻ ഒരു ബൗളെടുക്കാം. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ടവൽ വെക്കുന്നുണ്ട് കേട്ടോ, ബൗൾ നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ പൂരി ഒക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. നമ്മൾ സാധാരണ പൊറോട്ടക്ക് പൂരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടി പോവാണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വെള്ളം കുറച്ച് കുറവാണ്, അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുഴക്കുന്ന സമയത്ത് നെയ്യോ ഓയിലോ ഒന്നും ചേർക്കണില്ല കേട്ടോ, ഉപ്പും വെള്ളവും മാത്രമാണ്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മുടെ പൂരി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒക്കെ കേട്ടോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ഞാൻ കുറച്ച് ഓയിലൊന്ന് എൻ്റെ കയ്യിലൊന്ന് തേച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. മിനിമം ഒരു അരമണിക്കൂർ വെക്കുക. 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു പാത്രം കൊണ്ട് അടിച്ചു വെക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ നിങ്ങളൊരു തുണി വെച്ചിട്ട് കവർ ചെയ്താലും മതി. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഞാൻ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ടാണ് പരത്തുന്നത് കേട്ടോ. ഇനി നമുക്ക് ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ചപ്പാത്തിക്കുള്ള അത്ര വലുപ്പമല്ല, അതിലേറെ കുറച്ചുകൂടെ വലുപ്പത്തിലാക്കിയിട്ട് നമ്മൾ എടുക്കുക. സാധാരണ പൊറോട്ടയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ തന്നെ ബോൾസാക്കിയിട്ട് എടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ പൂരി ചെയ്യുന്ന അത്ര സമയമല്ല, അതിലേറെ കുറച്ചുകൂടെ സമയം വേണം നമുക്കിത് ചെയ്യാൻ. സാധാരണ പൂരി നമ്മൾ കുഴച്ച് വെക്കും, എടുത്തിട്ട് പരത്തിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഇത് അതിലേറെ ഒത്തിരി ടൈമും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 6 ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഡാൽഡ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലും അതുപോലെ മൈദയും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൈദ ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒന്നിച്ചൊന്നാണ് സ്പ്രെഡ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. പ്രത്യേകിച്ച് ഓയിലൊന്നും പരട്ടണ്ട, ഈ സമയത്ത് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, പരത്തി കൊടുത്താൽ മതി. നമുക്ക് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. നമുക്കിതൊന്നും കൂടെ ഒന്ന് റോൾ ചെയ്യാനുള്ളതാണ്, അതാണ് ഷേപ്പ് വേണ്ടെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡാൽഡി അതുപോലെ മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യാം. ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള മാവും കൂടെ നമുക്കിതുപോലെ തന്നെ പരത്തിയിട്ടൊന്ന് റോൾ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ, സാധാരണ പൂരി കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു പൊറോട്ടനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കറീൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാട്ടോ. ഇതുപോലെ തന്നെ ഞാൻ അത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മടക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യാം. എന്നിട്ടൊന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ട് വെക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ ഒന്നും ഇതിന് ആവശ്യമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ചുരുട്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ, മുഴുവനും ഞാൻ കാണിക്കണില്ല. ഈ 6 ബോൾസ് ഇതുപോലെ പരത്തിയെടുത്ത് കാണിക്കുമ്പോഴത്തേന് ഒരുപാട് വീഡിയോ നമ്മളത് ഒരുപാട് ലെങ്തി ആയി പോവും. എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ പരത്തുക, നമ്മളിത് തേച്ച് കൊടുക്കുക. അപ്പോഴേ നമുക്കത് ഉൾഭാഗത്ത് ആ ലെയറുകൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൂരിയൊക്കെ ഇതാക്കുന്ന പോലെ തന്നെ ആവും. പുറത്തേക്ക് ലെയറൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഉൾഭാഗത്തിൽ മാത്രമേ ലെയർ ഉണ്ടാവുള്ളൂ. ഞാൻ 3 എണ്ണം ഇവിടെ പരത്തി കാണിച്ചിട്ടുണ്ട്, ബാക്കി 3 കൂടെ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 6 ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവർ വെച്ചിട്ടൊരു 5-10 മിനിറ്റോ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്താൽ മതി, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് വെച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുന്ന സമയമാകുമ്പോഴത്തേന് ഓയിൽ നമുക്കൊന്ന് ചൂടായി കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിന്നാക്കിയിട്ട് പരത്തണ്ട, നമുക്ക് കുറച്ച് പൊറോട്ട പോലെ തന്നെ കുറച്ച് കട്ടി തന്നെ പരത്തിയെടുക്കുക.
അപ്പോൾ ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ എന്തിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരത്തി വെച്ചിട്ടുള്ള പൂരി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മുടെ സാധാരണ പൂരിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ളതുകൊണ്ട് ഉൾഭാഗമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കുക. നമ്മൾ ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ നമുക്കൊന്ന് ചൂടൊന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി. തീയെ ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അതൊക്കെ നിങ്ങൾ എപ്പോഴും ഫ്രൈ ചെയ്യുന്നവരായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഭാഗം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടെ റെഡി ആയാലും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കിയിട്ട് കരിച്ച് കളയണ്ട കേട്ടോ. അപ്പോൾ ടേസ്റ്റ് മൊത്തം മാറും. ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ അങ്ങനെ പരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഓരോന്ന് പരത്തിയെടുത്താൽ മതി. ഇതും നമുക്ക് ഒരു ഭാഗം റെഡി ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ ഈ പൊറോട്ട പൂരി. അപ്പോൾ എപ്പോഴും പൂരി ഉണ്ടാക്കുന്നവരൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പൊറോട്ടൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പാണ് കേട്ടോ അത്. ഉൾഭാഗം സോഫ്റ്റ് ആയിരിക്കും, മോൾഭാഗം നല്ല ക്രിസ്പായിരിക്കും നമ്മൾ എടുക്കുന്ന സമയത്ത്. അതുപോലെ ചൂടോടെ തന്നെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. തണുത്ത് കഴിഞ്ഞാൽ പൊറോട്ടയൊക്കെ നമുക്കറിയാലോ, പൂരി പൊറോട്ടയൊക്കെ നമുക്ക് ചൂടോട് കൂടി തന്നെ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കറി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്, നല്ല ഉൾഭാഗമൊക്കെ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ഇതിൽ കാണാം.